നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പലരും തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പല കമ്പനികളുടെയും പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ചില ആനുകൂല്യങ്ങൾ, ചില ബെനഫിറ്റുകൾ കേൾക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരം ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ചില കമ്പനികളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെ വല്ല നടപടിയാണ് കേസാണ്. ഇപ്പം ഞങ്ങൾ 2-3 വർഷമൊക്കെ പ്രീമിയമൊക്കെ അടച്ച് റിന്യൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പനി നിർത്തിപ്പോകുമോ? പിന്നെ അതുപോലെ തന്നെ ക്യാഷ്ലെസ് ഞങ്ങൾക്ക് തരുമോ? ഇത്തരം ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊക്കെ പറയാനുള്ള മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം പല കമ്പനികളും ഓരോരോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അത്തരം ആനുകൂല്യങ്ങൾ കമ്പനി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അവരത് കൊടുത്തേ മതിയാവും. കാരണം ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും നമ്മളുടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് IRDAI എന്ന് പറയുന്ന വലിയൊരു റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിലാണ്. കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും വളരെ കർശനമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഈ IRDAI എന്ന് പറയുന്നത്. ആ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകാൻ പാടുള്ളതല്ല. അത് വളരെ കൃത്യമായി IRDAIയുടെ മുന്നിൽ അവതരിപ്പിച്ച് അവിടെ നിന്നുള്ള സമ്മതം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് പബ്ലിക്കിലേക്ക് അവതരിപ്പിക്കുന്നത്. അതൊരു പ്രോഡക്റ്റായി അവർ വിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും കൊടുക്കാൻ സാധിക്കാത്തൊരു വാഗ്ദാനം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കും നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല.